ഞാൻ സങ്കല്പങ്ങളുടെ ട്രാഫിക്കിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് എൻ്റെ നിജസ്വരൂപത്തെ കാണുന്നു. ഞാനൊരു ദിവ്യ നക്ഷത്രമാണ്. ഞാൻ സർവരിലുമധികം സൗഭാഗ്യശാലി ആത്മാവാണ്. സ്വയം വരദാത ശിവബാബ വരദാനങ്ങളാൽ എൻ്റെ സഞ്ചി നിറച്ചു തരുന്നതിന് എൻ്റെ അരികിൽ വന്നിരിക്കുന്നു. ഈ ഭാഗ്യം വിശ്വത്തിലെ നമ്മൾ ചില ആത്മാക്കളുടേത് മാത്രമാണ്. ഞാൻ കോടികളിലും ചിലരായ മഹാൻ ഭാഗ്യശാലി ആത്മാവാണ്. ഞാൻ സത്യമായ മുഖവംശാവലി ബ്രാഹ്മണനാണ്. മുഴുവൻ വിശ്വത്തിലും സൗഭാഗ്യശാലി ആത്മാവാണ്. ലോകത്തിലുള്ളവർ കോടികളിലും ചിലരായ ആത്മാക്കളുടെ വർണ്ണന ചെയ്യുന്നു. അത് ഞാനാണ്. എൻ്റെ മനസ്സ് ബാബയുടെ ഗീതം പാടി പാടി സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു. ഞാൻ വളരെ ലക്കിയാണ്, ലക്കിയും ലവ്ലിയുമാണ്. ഞാൻ വളരെ ശ്രേഷ്ഠാത്മാവാണ്. ഞാൻ സർവരിലും വെച്ച് സൗഭാഗ്യശാലി ആത്മാവാക്കുന്നു. സ്വയം സൃഷ്ടി രചയിതാവായ ഭഗവാൻ എന്റേതാണ്. ബീജത്തെ തന്നെ സ്വന്തമാക്കി അപ്പോൾ സൃഷ്ടിയും എന്റേതായി. ഞാൻ ഒരിക്കലും തനിച്ചല്ല. ഞാൻ സദാ ബാബയുടെ കൂടെ കമ്പൈൻഡാണ്. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ ബാബയോട് കമ്പൈൻഡായി എൻ്റെ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൽ ലയിച്ചിരിക്കുന്നു. ബാബ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകം ശ്മശാനമാകാൻ പോകുകയാണ്. അതിനാൽ ഇതിനോട് മനസ്സ് വെക്കരുത്. ദരിദ്രനായ ഞാൻ നേരിട്ട് ബാബയുടേതായിരിക്കുന്നു. ഇതിലൂടെ സദ്ഗതിയുടെ സമ്പത്ത് ലഭിക്കുന്നു. എനിക്ക് അന്തിമത്തിൽ ഒരു ബാബയുടേതല്ലാതെ മറ്റൊന്നും ഓർമ്മയുണ്ടാകില്ല. അതിനാൽ ഞാനാണ് ഏറ്റവും ഭാഗ്യശാലി. ഞാനിപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നു. ഇത് ഓരോ ചുവടിലും ഞാൻ ഓർമ്മിക്കുന്നു. ഇതാണ് മന്മനാഭവ. ഞാനിപ്പോൾ ശാന്തിധാമത്തിലൂടെ സുഖധാമത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. പുരുഷാർത്ഥമനുസരിച്ച് യോഗ്യരായി മാറുമ്പോൾ പഴയ ലോകത്തിന്റെ വിനാശം നടക്കുന്നു. ഞാനിപ്പോൾ ദേവതകളാകുന്നതിന് യോഗ്യരാവുകയാണ്, പവിത്രമാവുകയാണ്. ഇത് അനാദിയായ ഡ്രാമയാണ്. എല്ലാവരുടെയും പാർട്ടും അവിനാശിയാണ്. ബാബ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നൽകുന്നു. ബാബയെ ഓർമ്മിച്ച് 21 ജന്മങ്ങളിലേക്ക് സമ്പത്തെടുക്കുന്നു.
ഓർമ്മ ഉണർത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. മനസ്സിനെ പഴയ ലോകത്തിലും പഴയ ശ്മശാനത്തിലും വെക്കരുത്. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. സ്വയത്തെ ദേവതയാകുന്നതിന് യോഗ്യമാക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് ഈശ്വരീയ അതോറിറ്റിയിലൂടെ സങ്കല്പത്തെയും ബുദ്ധിയെയും ആജ്ഞാനുസരണം നടത്തുന്ന മാസ്റ്റർ സർവശക്തിവാനാകുന്നു. സങ്കല്പവും ബുദ്ധിയും എവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ വെക്കാൻ കഴിയണം. ഇതാണ് ഈശ്വരീയ അതോറിറ്റി. വാക്കുകളിലേക്ക് വരുന്നത് സഹജമാകുന്നതുപോലെ വാക്കുകൾക്കുപരി പോകുന്നതും സഹജമായിരിക്കണം. ഈ അഭ്യാസത്തിലൂടെ ഞാൻ സാക്ഷാത്കാരമൂർത്തിയാക്കുന്നു. ഈ അഭ്യാസത്തെ സഹജവും നിരന്തരവുമാക്കി മാറ്റും. അപ്പോൾ പറയാം, മാസ്റ്റർ സർവശക്തിവാൻ. സ്വസ്ഥിതി ശക്തിശാലിയാണെങ്കിൽ പരിതസ്ഥിതി അതിനു മുന്നിൽ ഒന്നുമേയല്ല. ഓം ശാന്തി.